എന്തായാലും അവന് സന്തോഷമാകും. ശനിയാഴ്ചയാണ് കേട്ടോ. സമയം രാവിലെ 11 മണി കഴിഞ്ഞു. വെൽക്കം ബാക്ക് ടു തേമൽ ഫാമിലി. നമ്മുടെ അങ്കുവിൻ്റെ സൈക്കിൾ കുറേ നാളായിട്ട് കേടായിട്ട് ഇരിക്കുവാണല്ലോ. അപ്പോൾ അത് റെഡിയാക്കാൻ വേണ്ടി രാക്കി പോവുകയാണ്. നമ്മുടെ ഇവിടുത്തെ ക്ലബ് ഹൗസിൽ ഒരു സൈക്കിൾ സ്റ്റോറിൻ്റെ ഡിസ്പ്ലേ ഉണ്ട്. അപ്പോൾ അവർ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. അപ്പോൾ സൈക്കിൾ അങ്ങോട്ട് കൊണ്ട് ചെല്ലണം, കാരണം അവരുടെ ടൂൾസൊക്കെ അവരുടെ ആ ഒരു വണ്ടിക്കകത്ത് ഇരിക്കുക. അപ്പം നമ്മൾ സൈക്കിൾ അങ്ങോട്ട് കൊണ്ടു ചെന്നാൽ അവർ റെഡിയാക്കി തരാമെന്ന് പറഞ്ഞു. പിന്നെ രാക്കെ അതിനങ്ങോട്ട് പോവുകയാണ്. നല്ല വെയിലുണ്ട്. അങ്കിത്ത് ഇന്ന് സ്കൂളിൽ പോയി. അവന് 3rd സാറ്റർഡേ മാത്രമേ അവധിയുള്ളൂ. ബാക്കി എല്ലാ സാറ്റർഡേയ്സും വർക്കിംഗ് ആണ്. രാഖയ്ക്ക് സാറ്റർഡേ സൺഡേ അവധിയാ. പ്രാവ് വന്നിരിക്കാതിരിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ജനലിൽ ആ CD തൂക്കിയിട്ടത്. അതിൻ്റെ തൊട്ട് താഴെ തന്നെ 2 എണ്ണം വന്നിരിപ്പുണ്ട്. അപ്പം ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ലെന്ന് മനസ്സിലായി. നമ്മുടെ മെയ്ഡ് വന്ന് ക്ലീനിങ് ഒക്കെ തുടങ്ങി. My cycle. റെഡി. Thanks to my father. സ്പൈഡർമാൻ അങ്കിത്. I'm Spiderman. അവൻ സ്കൂളിൽ നിന്ന് വന്നപ്പോൾ ഒത്തിരി സന്തോഷമായി സൈക്കിൾ റെഡിയാക്കിയതിൽ. ഇപ്പം താഴെ പോയി കുറേ ചവിട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. റൂമിലേക്ക് കയറിയപ്പോൾ കണ്ടതാട്ടോ, അവൻ്റെ വൈറ്റ് ബോർഡിൽ എഴുതി വെച്ചിരിക്കുന്നു സൈക്കിൾ ഫിക്സ്ഡ് എന്ന്. അങ്ങനെ ആ ടാസ്ക് കംപ്ലീറ്റ് ആയി. ഡിന്നറിനായിട്ട് കുറച്ച് ഇടിയപ്പം ഞാൻ ഒഴിച്ചു വെച്ചിരിക്കുന്നു. ചൂടായതുകൊണ്ടൊന്ന് ഇളക്കിയിട്ട് മാറ്റി വെക്കുകയാണ്. തിളച്ച വെള്ളം ഒഴിച്ച് വെച്ചേക്കോ, ചൂടല്ലേ. അപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ടൊന്ന് റെഡിയാക്കാം. ഞാൻ ചിക്കൻ കറിക്ക് ചിക്കനിലൊക്കെ വാങ്ങാൻ പോയിട്ടേ ഉള്ളൂ. ഞാൻ എന്തായാലും ഗ്രേവി ഉണ്ടാക്കാൻ വേണ്ടി കുറച്ച് എണ്ണ ഒഴിച്ചു, സവാള വഴറ്റി, പിന്നെ പച്ചമുളക്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതൊക്കെ ഇട്ടിട്ട് വഴറ്റിയെടുക്കുന്നുണ്ട്. വഴണ്ടി വന്നതിന് ശേഷം ബേസിക് മസാലാസ് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, കുരുമുളക് പൊടി ഇതിട്ടിട്ട് നന്നായിട്ടൊന്നുകൂടെ ഇളക്കി കുറച്ച് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ട് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചൊന്ന് കുറുക്കി അതിലേക്ക് ഞാൻ ഒരു തക്കാളിയും കൂടെ അരിഞ്ഞിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ച് അങ്ങ് അടച്ച് വെക്കുകയാണ്. രാക്കി വരുമ്പോഴത്തേക്കും ചിക്കൻ ചേർത്ത് ബാക്കി ചെയ്യാം. കുക്കർ ചിക്കൻ കറിയാണ് വെക്കാൻ പോകുന്നത്. ഇടിയപ്പത്തിൻ്റെ മാവ് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനി പിഴിഞ്ഞ് അത് റെഡിയാക്കി വെക്കാമല്ലോ. അപ്പോൾ ഇടിയപ്പവും ഗ്രേവിയായി. ചിക്കൻ കൊണ്ടുവരുമ്പോൾ കറി പെട്ടെന്നാകും. ഇഡലി പാത്രം കുറച്ച് വെള്ളം ഒഴിച്ച് ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ താഴത്തെ തട്ടിൽ ഞാനത് പിഴിഞ്ഞൊഴിക്കുന്നില്ല, വെള്ളം കയറിയാലോ വെച്ചിട്ട്. മുകളിലേക്ക് വെള്ളം കയറാതിരിക്കാൻ ആ 3 ഹോളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ട് അടുത്ത തട്ട് വെച്ചാൽ മതി. അതായത് ഇപ്പോൾ ഞാനിപ്പോൾ ഇത് ഒരു സെറ്റ് പിഴിഞ്ഞ് വെച്ചിട്ടുണ്ട്. ആ 3 എണ്ണത്തിൻ്റെ ജസ്റ്റ് മാറ്റിയിട്ട് അതിൻ്റെ മുകളിലത്തെ തട്ട് വെച്ചാൽ വെള്ളം കയറത്തില്ല. അപ്പോൾ അറിഞ്ഞുകൂടാത്തവർക്ക് അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ചിലർക്കത്, എനിക്കത് ആദ്യം അറിയത്തില്ലായിരുന്നു, അമ്മ പറഞ്ഞു തന്നപ്പോഴാണ് എനിക്കത് മനസ്സിലായത്. മുകളിലത്തെ തട്ടിലും പിഴിഞ്ഞ് വെച്ചു. ഒരു 10-25 മിനിറ്റ് കൊണ്ട് നമ്മുടെ ഇടിയപ്പം റെഡിയായി കിട്ടി. ഗ്രേവിയും സെറ്റായി ഇരിപ്പുണ്ട്. അങ്കിത്തിന് കുറച്ച് നോട്ട്സും കൂടെ ഒക്കെ എഴുതാനുണ്ട്. അപ്പോൾ അത് അവൻ കംപ്ലീറ്റ് ചെയ്യുവാണ്. ഫൈനൽ എക്സാം അവർക്ക് ശരിക്കും മാർച്ചിൽ തുടങ്ങും. അപ്പോൾ അതിന് മുന്നേ നോട്ട്സ് എല്ലാം സബ്മിറ്റ് ചെയ്ത് സൈനൊക്കെ ചെയ്ത് അത് സ്ട്രിക്റ്റായിട്ട് ഇപ്പം മെസ്സേജസ് വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതിൻ്റെ ഒരു തിരക്കിലാണ് അങ്കു. ഞാൻ നേരത്തെ വ്ലോഗിലും കാണിച്ചിട്ടുണ്ടല്ലോ അങ്കു നോട്ട്സ് എഴുതുന്നത്. അങ്ങനെ രാക്കെ ചിക്കനുമായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് നന്നായിട്ട് കഴുകി ഗ്രേവിയിലിട്ട് റെഡിയാക്കി എടുക്കണം. രണ്ട് പാക്കറ്റ് ബ്രെഡും വാങ്ങി വന്നിട്ടുണ്ട്. ഞാൻ എന്തായാലും ഇടിയപ്പം ഉണ്ടാക്കി. ഇനി ഇടിയപ്പവും ചിക്കൻ കറിയുമാണ് ഡിന്നർ. ബോൺലെസ് ചിക്കൻ്റെ 1 കിലോയും പിന്നെ നമ്മുടെ കാലും 1 കിലോ. കാലിലൊരു 12 പീസ് കാണും. അത് അങ്ങനെയാണ് ഞങ്ങൾ നോർമലി വാങ്ങുന്നത്. അപ്പോൾ അതിൽ നിന്ന് കുറച്ചെടുത്തിട്ട് നന്നായിട്ട് കഴുകി നമ്മൾ ചെയ്ത് വെച്ചിരുന്ന ഗ്രേവിയിലോട്ട് ഇട്ട് കൊടുക്കാം. എന്നിട്ട് മിക്സ് ചെയ്ത് ആവശ്യത്തിന് ഉപ്പൊക്കെ
ഒന്നും കൂടെ ഒക്കെ ചേർത്തിട്ട് കുക്കറിൽ തന്നെ ഞാൻ അങ്ങ് ചെയ്യാണ്. കാരണം ഇനിയിപ്പോൾ കടായിൽ കുറച്ച് ടൈം എടുക്കുമല്ലോ. ഹൈ ഫ്ലെയിമിൽ ഒരു 4-5 വിസിൽ കൊടുത്ത് ആവി മാറിയിട്ട് ഒന്നും കൂടെ ഒന്ന് വറ്റിച്ചെടുത്താൽ മതിയല്ലോ. പിറ്റേ ദിവസം സൺഡേ ആയതുകൊണ്ട് ഞങ്ങളുടെ മൂവി ഡേ ആണ് ഇന്ന്. നമ്മുടെ ചിക്കൻ കറി അങ്ങനെ റെഡി ആയിട്ടുണ്ട്. തുറന്നിട്ടിട്ട് ഒന്നും കൂടെ ഒന്ന് തിളപ്പിക്കുകയാണ്. ചിക്കനിൽ നിന്നും കൂടെ കുറച്ച് വെള്ളം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ഡിന്നർ ഇടിയപ്പവും ചിക്കൻ കറിയും പിന്നെ ഉണക്കമുന്തിരിങ്ങയുടെ ജ്യൂസും ഉണ്ട്. അങ്ങനെ ഞങ്ങളുടെ 3 പേരുടെയും ഡിന്നർ എടുത്തു വെച്ചിട്ടുണ്ട്. ചൂടോടെ ഇടിയപ്പവും ചിക്കൻ കറിയും. ഗുഡ് മോർണിംഗ്. സൺഡേ മോർണിംഗ് ആണ്. ചായ ഇട്ട് കുടിക്കുകയാണ്. അങ്കിത്തിൻ്റെ പാലും എടുത്തിട്ടുണ്ട്. ഇന്ന് ഇത് മാത്രമേ ഞാൻ രാവിലെ ചെയ്യുന്നുള്ളൂ. കാരണം ഞങ്ങൾ പുറത്തോട്ടൊന്ന് പോവാണ്. ഞാൻ നമ്മുടെ ടൗൺഷിപ്പിലെ വീട്ടിൽ നിന്ന് പറാട്ട ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതും പാക്ക് ചെയ്ത് പോവാണ്. രാക്കെ ഒരെണ്ണം ഇപ്പോൾ കഴിച്ചു. കാരണം രാക്കയ്ക്ക് ഡ്രൈവ് ചെയ്യണമല്ലോ. എനിക്കും അങ്കിത്തിനും ഇപ്പോൾ കഴിക്കാൻ തോന്നിയില്ല. അപ്പോൾ ഞങ്ങൾ അത് പാഴ്സലാക്കി എടുത്ത് വെക്കുകയാണ്. മൂലി പറാട്ടയാണ്, പിന്നെ തൈരും ഉണ്ട് അതിൻ്റെ കൂടെ. അപ്പോൾ ഇത് പാക്ക് ചെയ്ത് വെക്കുവാണ്. അതെല്ലാം പാക്ക് ചെയ്തു. വെള്ളമൊക്കെ എടുത്ത് വെച്ചു. പിന്നെ തലേദിവസം രാക്കെ വാങ്ങി വന്ന ബ്രെഡിൽ നിന്നൊരു പാക്കറ്റ് എടുത്ത് വെച്ചു. കൂടെ ജാമും ഒരു സ്പൂണും എടുത്ത് വെക്കുന്നുണ്ട്. എങ്ങോട്ടാ പോകുന്നതെന്ന് വെച്ചാൽ അങ്കിത്തിന് ഒരു എക്സാം ഉണ്ട്. അതായത് ഒളിമ്പിയാഡ് എക്സാം ആണ്, സയൻസ് ഒളിമ്പിയാഡ്. നമ്മുടെ നാട്ടിലൊക്കെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഇല്ലേ, അതുപോലെ. അപ്പോൾ അതിൻ്റെ ലെവൽ 2 അവൻ ക്വാളിഫൈഡ് ആയി. അത് പക്ഷെ നമ്മൾ പാരൻസ് കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. ഇവിടുന്ന് 1 hour ട്രാവൽ ഉണ്ട് നമുക്കിപ്പോൾ വന്നിരിക്കുന്ന എക്സാം സെൻറ്ററിലേക്ക്. ഒരു സ്കൂളാണതും. രാവിലെ അതേ നമ്മുടെ ടൗൺഷിപ്പിൻ്റെ പുൽത്തകടിയിലൊക്കെ വെള്ള കളറിൽ കാണുന്നത് ഐസ് പാളിയാണ്. അപ്പോൾ രാത്രിയിൽ അത് ഐസായിട്ടിരുന്നത് ഇപ്പോൾ വെയിൽ വരുമ്പോൾ ഉരുകുമ്പോൾ ആ ഒരു റിഫ്ലക്ഷൻ തട്ടിയിട്ടാണ് ഈ വൈറ്റ് ഫീലിംഗ് വരുന്നത്. അതായത് മിസ്റ്റ് വന്നിട്ട് ശരിക്കും ഐസായിട്ടിരുന്നത് ഇപ്പോൾ അത് ഉരുകി തുടങ്ങി. ഇവിടെ പൂക്കളൊക്കെ പിടിച്ചു തുടങ്ങി. നല്ല ഭംഗിയാണ് ഇപ്പോൾ ടൗൺഷിപ്പ് കാണാനായിട്ട്. ഒരു ദിവസം ഞാൻ ഇറങ്ങി ഒരു വീഡിയോ എടുക്കണം എന്നുണ്ട്. കുറേ തരത്തിലുള്ള പൂക്കൾ. അത് ഈ ഒരു ടൈമിൽ മാത്രമേ ഉള്ളൂ. ഏപ്രിലാകുമ്പോൾ ഇതൊക്കെ അങ്ങ് മാറും. ചൂട് കടങ്ങല്ലേ. പിന്നെ ഈ ഒരു തണുപ്പ് മാറി ഈ സ്പ്രിങ് ടൈമിലാണ് ഈ പൂക്കളെല്ലാം. പുറത്താണെങ്കിൽ മുഴുവൻ കടുകാണ്, കടുകിൻ്റെ പൂവാണ്. അപ്പോൾ അതും ഈ ഫെബ്രുവരി അവസാനം മാർച്ച് ആദ്യം വിളവെടുക്കും. ഞാനും അങ്കിത്തും പറാട്ടയും തൈരും എടുത്തു കഴിക്കുവാണ്. ചെറുതായിട്ട് വിശന്നു തുടങ്ങി. അങ്കിത്തിനും കഴിച്ചിട്ടല്ലേ കയറാൻ പറ്റത്തുള്ളൂ. എക്സാം 11 മണിക്കാണ്. അപ്പം നമുക്കവിടെ 10 മണിക്ക് എത്തണം. അപ്പോൾ ടിഷ്യൂ പേപ്പറും എല്ലാം വെച്ചിട്ടുണ്ട്. പിന്നെ രാക്കയൊന്ന് നിർത്തിത്തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് കൈ കഴുകാനായിട്ട്. നമ്മൾ പോകുന്ന വഴി മുഴുവൻ കടുക് പൂക്കളാണ്. ഞാൻ പറഞ്ഞല്ലോ കൊയ്യാറായിട്ടുണ്ട്. ഒരു മാസത്തിന് ശേഷമാണ് ഞാൻ പുറത്തിറങ്ങുന്നത്. രാക്കെ പോയി വന്നതിന് ശേഷം പിന്നെ ഇന്നാണ് ഇറങ്ങുന്നത്. അപ്പോൾ പുറത്തൊക്കെ കാണുമ്പോൾ എന്തോ ഒരു പ്രത്യേകിച്ചൊരു സന്തോഷമുണ്ട്. ഇവിടെ മുഴുവൻ ഇപ്പോൾ ആ കടുകിൻ്റെ മഞ്ഞയും ഗോതമ്പിൻ്റെ പച്ചപ്പുമാണ്. നല്ല ഭംഗിയാണ് ഈ സമയത്ത് ഇവിടെ കാണാൻ. നമ്മൾ സ്കൂൾ അങ്ങനെ എത്തിയിട്ടുണ്ട്. ആ ലെഫ്റ്റ് സൈഡിൽ അകത്തോട്ട് കാണുന്നതാണ് സംഭവം. നമ്മളെന്തായാലും എത്തിയിട്ടുണ്ട് സമയത്തിന് തന്നെ. ഇവിടെ കുറേ സ്കൂളിൻ്റെ ബസ്സുകളും അതുപോലെ തന്നെ കുട്ടികളും ആളുകളും എല്ലാം ഉണ്ട്. നല്ല തിരക്കുണ്ട്. നമ്മൾ കുറച്ച് മാറ്റിയാണ് നമ്മുടെ വണ്ടി ഇടുന്നത്. ചാർട്ട് നോക്കി ക്ലാസ്സൊക്കെ കണ്ടുപിടിച്ചു. ഇനി ഞങ്ങൾ അങ്ങോട്ട് പോവാണ്. ഇത് ഒരുപാട് വലിയ സ്കൂളാണ്. സ്കൂള് മാത്രമല്ല, വെറ്റിനറി സയൻസ് കോളേജും ഇതിനോട് ചേർന്ന് തന്നെ ഉണ്ട്. ഒരുപാട് കെട്ടിടങ്ങൾ ഇവരുടെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കിടക്കുന്നു. ഒത്തിരി വലിയൊരു കോമ്പൗണ്ട് ഏരിയയാണിത്.
അതുകൂടാതെ അപ്പുറത്തെ സെക്ഷനിൽ ഹോസ്റ്റലും ഉണ്ട്. ഇതെല്ലാം MR ഗ്രൂപ്പിൻ്റെ ആണ്. ഈ ഒരു എക്സാം അല്ലാതെ വേറെ എന്തൊക്കെയോ ഇന്നിവിടെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. കാരണം മറ്റു കുറേ സ്കൂളുകളുടെ ബസ് ഇവിടെ ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. അങ്ങനെ എക്സാം ഒക്കെ കഴിഞ്ഞു. ഞങ്ങളിനി തിരിച്ച് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നേരെ വീട്ടിലേക്കല്ല, സാധനങ്ങൾ വാങ്ങാനായിട്ട് ഗുഡ്ഗാവ് സ്പാറിലോട്ട് പോവാണ്. അപ്പം നമ്മളെടുത്ത ബ്രെഡും ജാമും ഓരോ പീസ് കഴിക്കാമെന്ന് വെച്ചു. ഇത് നമ്മൾ അങ്കു എക്സാം എഴുതാൻ വന്ന സ്കൂളിൻ്റെ നോട്ടീസ് നമുക്ക് തന്നെയാണ്. അങ്ങനെ നമ്മളിനി നേരെ ഗുഡ്ഗാവ് സ്പാറിൽ പോയി സാധനങ്ങളൊക്കെ വാങ്ങണം, ഭക്ഷണം കഴിക്കണം. അങ്കു സ്കൂൾ യൂണിഫോമിൽ തന്നെയാണ് സ്പാറിലേക്ക് വരുന്നതും. വേറെ ഡ്രസ്സൊന്നും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. സമയം ഇപ്പോൾ 12 മണി കഴിഞ്ഞു. നമ്മുടെ ഷോപ്പിങ്ങും ഫുഡും ഒക്കെ കഴിഞ്ഞിട്ടേ ഇനി വീട്ടിലേക്കുള്ളൂ. നമ്മളങ്ങനെ ഗുഡ്ഗാവ് എത്തിയിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് കേട്ടോ. മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ ബൈ.